പെട്ടെന്ന് കുറച്ച് കാശിന് ആവശ്യം വന്നാൽ സ്വർണം പണയം വെക്കാമെന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ട്. തെറ്റു പറയാൻ പറ്റില്ല, നമ്മൾ സാധാരണക്കാരുടെ ഒരു എളുപ്പവഴിയാണത്. എന്നാൽ ചുമ്മാ ചാടിക്കേറി പണയം വെക്കാൻ പറ്റുമോ? ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ? ഇനിയിപ്പോ അതെന്താന്നാണോ? ഇപ്പൊ ക്ലിയർ ആക്കി തരാം. റിസർവ് ബാങ്ക് നിർദ്ദേശിക്കുന്ന ചട്ടങ്ങൾ അനുസരിച്ചാണ് രാജ്യത്തെ ധനകാര്യ സ്ഥാപനങ്ങൾ സ്വർണ്ണ വായ്പകൾ നൽകുന്നത്. നിയമമനുസരിച്ച് സ്വർണത്തിന്റെ വിപണി മൂല്യത്തിന്റെ 75% വരെയാണ് സാധാരണഗതിയിൽ വായ്പ ലഭിക്കുന്നത്. ഇത് മാത്രമല്ല, വായ്പാ തുകയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പലതുണ്ട് കേട്ടോ. ഉയർന്ന പരിശുദ്ധിയുള്ള സ്വർണത്തിന് കൂടുതൽ തുക വായ്പ ലഭിക്കും. ആഭരണങ്ങളിലെ കല്ലുകൾ, രത്നങ്ങൾ, മുത്തുകൾ എന്നിവ ഒഴിവാക്കിയായിരിക്കും അതിന്റെ ഭാരം കണക്കാക്കുക. നിലവിലുള്ള സ്വർണ്ണ നിരക്കിനെ ആശ്രയിച്ചായിരിക്കും വായ്പാ തുക നിശ്ചയിക്കുക. ഇത് ദിനം പ്രതി മാറുകയും ചെയ്യും. പിന്നെ പലിശ നിരക്ക് തിരിച്ചടയ്ക്കുമ്പോൾ നമ്മൾ അതും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. ബാങ്കുകളിലാണ് കുറഞ്ഞ പലിശ നിരക്കുകൾ ഉള്ളത്. മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ ഉയർന്ന പലിശയാകും ഈടാക്കുക. തിരിച്ചടവും പലതരത്തിലാണ്. പലിശയും മുതലും പ്രതിമാസ തവണകളായി അടയ്ക്കുന്ന സ്ഥിരം EMI രീതി, പലിശ മാത്രം അടച്ച് കാലാവധി തീരുന്ന സമയം മുതലും ചേർത്ത് അടയ്ക്കുന്ന മറ്റൊരു രീതി, കാലാവധി തീരുന്ന സമയം പലിശയും മുതലും ചേർത്ത് അടയ്ക്കുന്ന ബുള്ളറ്റ് തിരിച്ചടവ്. അപ്പോ ഇതൊക്കെ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കി സ്വർണം പണയം വെക്കുന്നതായിരിക്കും ഉത്തമം. ഇപ്പൊ ക്ലിയർ ആയില്ലേ?